بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. വചനം 8. ലാ യൻഹാകുമുല്ലാഹു, അല്ലാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല. അനില്ലദീന, യാതൊരു കൂട്ടരെപ്പറ്റി, ലം യുഖാതിലൂക്കും, നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ലാത്ത, ഫിദ്ദീനി, മതകാര്യത്തിൽ, വലം യുഖ്രിജൂക്കും, നിങ്ങളെ പുറത്താക്കുകയും ചെയ്യാത്ത, മിൻ ദിയാരിക്കും, നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന്, വീടുകളിൽ നിന്ന്, അൻ തബറൂഹും, അവർക്ക് നന്മ ചെയ്യുന്നതിനെ, ഗുണം ചെയ്യുന്നതിനെ, വതുഖ്സിതു, നീതിമുറ പാലിക്കുകയും, ഇലൈഹിം, അവരോട്, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, യുഹിബ്ബു, ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കും, അൽ മുഖ്സിത്തീൻ, നീതിമുറ പാലിക്കുന്നവരെ. മതവിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയാകട്ടെ, നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്നും നിങ്ങളെ പുറത്താക്കുകയാകട്ടെ ചെയ്തിട്ടില്ലാത്തവരെപ്പറ്റി അല്ലാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല. അതെ, നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുകയും അവരോട് നീതിമുറ പാലിക്കുകയും ചെയ്യുന്നത് വിരോധിക്കുന്നില്ല. നിശ്ചയമായും നീതിമുറ പാലിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. إنما ينهاكم الله عن الذين قاتلوكم في الدين وأخرجوكم من دياركم وظاهروا على إخراجكم أن تولوهم ومن يتولهم فأولئك هم الظالمون. ഇന്നമാ യൻഹാകുമുല്ലാഹു, നിശ്ചയമായും അല്ലാഹു നിങ്ങളെ വിരോധിക്കുന്നുള്ളൂ. അനില്ലദീന, യാതൊരു കൂട്ടരെപ്പറ്റി മാത്രം, ഖാതലൂക്കും, നിങ്ങളോടവർ യുദ്ധം ചെയ്തു, ഫിദ്ദീനി, മതവിഷയത്തിൽ, വ അഖ്റജൂക്കും, നിങ്ങളെ പുറത്താക്കുകയും ചെയ്തു, മിൻ ദിയാരിക്കും, നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന്, വലാഹറു, അവർ പിന്തുണ നൽകുകയും ചെയ്തു, സഹകരണം നൽകുകയും ചെയ്തു, അല ഇഖ്റാജിക്കും, നിങ്ങളെ പുറത്താക്കുന്നതിന്, അൻ തവല്ലൗഹും, അതായത് അവരോട് മൈത്രി കാണിക്കുന്നതിന്, വമൻ യതവല്ലഹും, അവരോട് ആർ മൈത്രി കാണിക്കുന്നുവോ, ഫഉലൈക ഹും, എന്നാൽ അക്കൂട്ടർ തന്നെ, അല്ലാലിമൂൻ, അക്രമികൾ. മതവിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയും നിങ്ങളെ നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്നും പുറത്താക്കുകയും നിങ്ങളെ പുറത്താക്കുന്നതിന് പരസ്പരം പിന്തുണ നൽകുകയും ചെയ്യുന്നവരെപ്പറ്റി മാത്രമേ അല്ലാഹു നിങ്ങളോട് വിരോധിക്കുന്നുള്ളൂ. അതെ, അവരോട് മൈത്രി കാണിക്കുന്നത് മാത്രം. അവരോട് ആർ മൈത്രി കാണിക്കുന്നുവോ അക്കൂട്ടർ തന്നെയാണ് അക്രമികൾ. 8-9 വചനങ്ങളുടെ വിശദീകരണം. 2 വചനങ്ങളുടെയും ഉദ്ദേശ്യം വ്യക്തമാണല്ലോ. ഇങ്ങോട്ട് അക്രമത്തിനും കയ്യേറ്റത്തിനും മുതിരാത്ത ആരോടും, അവർ ഏതു മതക്കാരായാലും ശരി, അങ്ങോട്ട് ശത്രുത കാണിക്കണമെന്ന് അല്ലാഹു ആവശ്യപ്പെടുന്നില്ല. മാത്രമല്ല, അവരോട് നീതിമുറയനുസരിച്ച് പെരുമാറണമെന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇങ്ങോട്ട് മതവിഷയത്തിൽ ധിക്കാരത്തിനും മർദ്ദനത്തിനും വരുന്നവരോട് സ്നേഹവും മൈത്രിയും സ്ഥാപിക്കുവാൻ മുസ്ലിങ്ങൾ തുനിയുന്നത് അക്രമമാണ്, കാപട്യമാണ്, കുറ്റകരമാണ്. 2 വചനങ്ങളിലെയും അവസാന വാക്യങ്ങൾ പ്രത്യേകം മനസ്സിരുത്തേണ്ടതാണ്.